ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. ഇന്ന് ആ സിനിമയുടെ വിശേഷമാണ്. നമ്മൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം മോഹൻലാലിൻ്റെ ഒരു ബ്രഹ്മാണ്ഡ മൂവി ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ. ഇന്ന് ആ സിനിമയുടെ വിശേഷമാണ്. ഞാൻ ആൻ്റണി വർഗീസ്. ഞാൻ എൻ്റെ ചാനൽ ഇതുപോലെയുള്ള മൂവി റിലേറ്റഡ് വീഡിയോസും ടെക് ട്രാവൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് മൂവി വിശേഷത്തിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. മലൈക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പല്ലിശ്ശേരിയും PS റിഫിക്കും കൂടി തിരക്കഥ എഴുതി ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മൂവിയാണ് മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ ടൈറ്റിലുള്ള വാലിബനായിട്ട് വരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ കാസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മൂവി വന്നിരിക്കുന്നത്. കാരണം ലാസ്റ്റ് ഇയറിൽ മോഹൻലാലിൻ്റെ 1-2 മൂവീസ് മാത്രമാണ് റിലീസായിരിക്കുന്നത്. 2024 ലാലേട്ടൻ്റെ ഒരുപാട് മൂവീസ് ഇറങ്ങാനുണ്ട്. അതെല്ലാം ബിഗ് ബഡ്ജറ്റ് മൂവീസാണ്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഇന്ന് രാവിലെ 6:30 തന്നെ ഞാൻ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പോയി. ഒബ്രോണിലായിരുന്നു കണ്ടത്. ഇന്ന് ആ സിനിമയുടെ വിശേഷമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിലേക്ക് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു എബോ ആവറേജ് നിൽക്കുന്ന അത്യാവശ്യം നല്ലൊരു ഗൂസ്ബം മൂമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു നല്ല രീതിയിൽ മേക്കിംഗ്, പക്ക ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മേക്കിങ്ങിലുള്ള മൂവി തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. പോസിറ്റീവ്സ് എടുത്തു പറയാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടർ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആ ഒരു എന്താ പറയുക, എടുത്തു വെച്ചിരിക്കുന്ന രീതികളാണെങ്കിലും ഫ്രെയിം ആണെങ്കിലും അതെല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് മധു നീലകണ്ഠനാണ്. ഓസം വർക്കാണ് സിനിമാറ്റോഗ്രാഫി. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രശാന്ത് പിള്ളയാണ്. മ്യൂസിക് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണെല്ലാം നല്ല ഗംഭീരമായിരുന്നു. ഓരോ ഫ്രെയിം ടു ഫ്രെയിം നമുക്ക് ഒരുപാട് നോട്ടിഫൈ ചെയ്യാനുള്ള എല്ലാം ഈ മൂവിയിലുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഓഫ് കോഴ്സ് നമ്മുടെ ലാലേട്ടൻ ഒരു രക്ഷയില്ല. ബോഡി മേക്ക് ഓവർ ആണെങ്കിലും ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഫേസിലുള്ള എക്സ്പ്രഷൻ ആണെങ്കിലും ഗംഭീരമായിരുന്നു. നല്ല ത്രില്ലായിട്ട് തന്നെ കണ്ടിരിക്കാനുള്ള പല മൊമെൻറ്റ്സും ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കഥയാണെങ്കിൽ അത്യാവശ്യം ഡീസൻറ്റ് സ്റ്റോറി തന്നെയാണ്. നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പടം ഭയങ്കര സ്ലോ പേസ് മൂവിയാണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ നൻപകൽ നേരത്ത് മയക്ക കണ്ടവർക്ക് അറിയാൻ പറ്റും, അത് കുറച്ച് സ്ലോ പേസ് മൂവിയാണ്. പക്ഷേ ഇതിൽ തന്നെ അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ആക്ടിങ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും. പക്ഷേ ഇത് കുറച്ച് സ്ലോ പേസാണ്. പിന്നെ ആക്ഷൻ വരും, പിന്നെ സ്ലോ പേസാവും, പിന്നെ ആക്ഷനാണ്. അങ്ങനത്തെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉള്ള മൂവി തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വെച്ചാൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. നെഗറ്റീവ് റിവ്യൂസൊക്കെ ഒരുപാട് വരാനുണ്ട്. ആസ് എ പക്ക ലാലേട്ടൻ ഫാൻ, ലാലേട്ടൻ്റെ എല്ലാ മൂവി ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ മാക്സിമം ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. എനിക്കൊരു എബോ ആവറേജ് കിട്ടുന്ന അത്യാവശ്യം ഫീലുള്ള മൂവി തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. സെക്കൻഡ് പാർട്ട് വരാതിരിക്കാം. സെക്കൻഡ് പാർട്ടിനുള്ള ത്രെഡൊക്കെ ഇട്ടിട്ടാണ് പടം അവസാനിപ്പിക്കുന്നത്. സോ ഒരു അടിപൊളി മാസ് ഓസം കിടുക്കാച്ചി ഒരു ബ്രഹ്മാണ്ഡ മൂവി എന്ന് പ്രതീക്ഷിച്ച് പോകരുത്. ഒരു വൺ ടൈം വാച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാം ഉള്ളൊരു സിമ്പിൾ മൂവി മീൻസ് ഒരു എബോ ആവറേജ് നിൽക്കുന്ന ഒരു മൂവി മാത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. ഒരുപാട് എക്സ്പെക്റ്റേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കും. കാരണം അത്യാവശ്യം സ്ലോ പേസാണ് കഥ പറച്ചിലും രീതികളും ഫ്രെയിം വർക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം. സോ ചിലപ്പോൾ ചിലർക്കെങ്കിലും നല്ല രീതിയിൽ ബോറടിക്കാൻ ചാൻസസ് ഉണ്ട്. ഇറ്റ്സ് ഡിപ്പെൻസ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു വൺ ടൈം വാച്ച് എക്സ്പീരിയൻസ് എല്ലാം എനിക്ക് കിട്ടിയ മൂവിയിൽ നിന്ന്. സോ നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതേപോലുള്ള വീഡിയോസ് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.